ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രഭാതത്തിൽ ലോഹി മിനിസ്ട്രിയുടെ പ്രഭാതത്തിലുള്ള വചനങ്ങളാണ് ഇനി മുതൽ പറയാൻ പോകുന്നത്. എല്ലാ വിശ്വാസികൾക്കും, എല്ലാ ക്രൈസ്തവർക്കും, എല്ലാ നാനാജാതി മതസ്ഥർക്കും വേഗം വരുന്ന നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലും എണീക്കുമ്പോൾ ഉദക്കമുള്ളവരായി തീരുവാൻ, ഒരു പുത്തൻ അനുഭവത്തോടു കൂടി കർത്താവിനെ കാണുവാൻ, കർത്താവിൻ്റെ വാക്ക് കേട്ട് ആ ദിവസത്തെ നമ്മൾക്ക് കൊണ്ടുപോകുവാൻ എല്ലാ വിശ്വാസികൾക്കും നൽകട്ടെ. ദൈവം എല്ലാവർക്കും വാഗ്ദത്തം തന്നു. ആ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ നാളത്തെ പ്രഭാതം മുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഏത് ബുദ്ധിമുട്ടിലും ഏത് പ്രയാസത്തിലും നിങ്ങൾ മുമ്പോട്ട് നീങ്ങിയാലും യജമാനാഥനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ച് അവൻ്റെ പാതകൾ പിന്തുടരണം. അവൻ്റെ വചനങ്ങളെ നിങ്ങൾ ശിരസാവഹിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ്റെ വചനങ്ങളെ വഹിക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ ദിവസവും ദൈവം നടത്തും. ഓരോ ദിവസവും ഏലിയാവിനെ പുലർത്തിയ ഒരു കാക്കയെ പോലെ പലരും നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളെ സഹായിക്കും. രോഗികളായി നിങ്ങൾ ഭാരപ്പെടുകയാണോ? ഭാരപ്പെടുന്നെങ്കിൽ ഓരോ പുത്തൻ ദിവസങ്ങളും നിങ്ങൾക്ക് വിടുതലുള്ളതായിത്തീരും. ഹല്ലേലൂയ. യേശു നിങ്ങളെ ഒരിക്കലും നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ കൈവിട്ടിട്ട് പോകുന്നവർ, നിങ്ങളുടെ വേദന എന്തുമാത്രമുണ്ട്, ദൈവം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ തൊടും. ആണിപ്പഴുതുള്ള കരം നിങ്ങളെ തൊടും. സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുക. ഹല്ലേലൂയ. ഒരു മനുഷ്യർക്ക് പോലും, ഒരു വിശ്വാസികൾക്ക് പോലും ഒരു ദുഃഖമോ ഭാരമോ നിരാശയൊന്നും വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് വായിച്ചുകൊണ്ട് എൻ്റെ ചെറിയൊരു ഷോർട്ട് മെസ്സേജ് നിങ്ങളോട് പറയുവാൻ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അത് 2-ാം വാക്യം മുതൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അബ്രഹാമിനോട് കൊടുത്ത ഒരു വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. കൽദയ പട്ടണത്തിൽ തേരഹിന്റെ മകനായ അബ്രഹാമിനെ, ഈ തേരഹ് കൽദയ പട്ടണത്തിലെ ബിംബങ്ങളെ ഉണ്ടാക്കി, അതായത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, ഉരിയാടാത്ത, സംസാരിക്കാത്ത വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന ഒരപ്പനായിരുന്നു തേരഹ്. ഒരു കാലഘട്ടം മുഴുവൻ ഇരുണ്ട യുഗമായി പോയി. ഹല്ലേലൂയ. നോഹയുടെയൊക്കെ കാലം കഴിഞ്ഞപ്പോൾ ജീവനുള്ള ദൈവത്തെ ആൾക്കാർ മറന്നുപോയി. പലയിടത്തും വിഗ്രഹാരാധനകൾ, ജീവനില്ലാത്ത ദൈവത്തെ വിശ്വസിക്കുന്നു. കല്ലിനെയും മരത്തെയും കുറ്റിയെയും ഒക്കെ ആരാധിക്കുന്ന ഒരു ഇരുണ്ട യുഗം അബ്രഹാമിന് പുറകിലുണ്ടായിരുന്നു.
ആ തേരഹിന്റെ മകൻ. ആ മകനും ഈ ദൈവത്തെ വിറ്റാണ് ജീവിച്ചത്. അവന്റെ ഉപജീവന മാർഗമായിരുന്നു ഈ ദൈവത്തെ വിറ്റുവിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ വിളി അവന്റെ മേൽ വന്നു. അബ്രഹാമേ, അബ്രഹാമേ. വിളിച്ചിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ വലിയവനാക്കും. ഇതൊരു വാഗ്ദത്തമാണ്. ഒരു വാക്കാ പറഞ്ഞു, വാഗ്ദത്തം പറയുക. ഹല്ലേലൂയ. കൽദേയരുടെ ഊരിൽ നിന്ന് വിളിച്ചിറങ്ങിയിട്ട് പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്കാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതികളെ ഞാൻ തരും. നീ ഒരു വലിയ ജാതിയാകും. മണലിലെ മണത്തരി പോലെ നിന്റെ മക്കളുണ്ടാകും. നീ ഒരു വലിയൊരു വാഗ്ദത്തമാണ് കർത്താവ് വിളിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രിയ ജനമേ, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ മേൽ വാഗ്ദത്തം കിടപ്പുണ്ട്. ഈ കേൾക്കുന്ന എല്ലാവരുടെ മേൽ വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ഈ വാഗ്ദത്തം പൂർത്തീകരിക്കാതെ നിൽക്കുന്നു. കർത്താവിൻ്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുവീൻ. കർത്താവുമായിട്ട് നിങ്ങളൊന്ന് വലിയൊരു ഉടമ്പടി അങ്ങോട്ട് ചെയ്തേ. ഹല്ലേലൂയ. എന്നെ മുറുകി പറ്റണം. യാക്കോബ് മൽപ്പിടിച്ചതുപോലെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. കർത്താവിനെ നിങ്ങൾ മുറുകെ പിടിച്ച്, ഹല്ലേലൂയ, നിങ്ങളുടെ മറച്ചു കളയുന്ന വാഗ്ദത്തം ദുഷ്ടപിശാചിന്റെയാണ്. ഹല്ലേലൂയ. അവൻ നിങ്ങളെ കെട്ടിവരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. ഈ കേൾക്കുന്ന സകലർക്കും വാഗ്ദത്തം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആ വാഗ്ദത്തം നമ്മൾ നിവർത്തിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെന്നേ. അബ്രഹാമിനോട് പറയുകയാണ്. ഹല്ലേലൂയ. തേരഹും അബ്രഹാമും സാറായും ഒക്കെ അവർ കൽദയിൽ നിന്ന്, ഊരിൽ നിന്ന് യാത്ര പുറപ്പെടുക. ഹല്ലേലൂയ. യാത്ര പുറപ്പെടുമ്പോൾ തൻ്റെ അപ്പനെ ഉപേക്ഷിച്ചിട്ടില്ല. തൻ്റെ അപ്പനെയും കൂട്ടി അവൻ സകലതും ഇന്നലെ വരെ എന്തൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ട് അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ അപ്പനുമായിട്ട്, തൻ്റെ ഭാര്യയുമായിട്ട് യാത്ര ചെയ്തു. കർത്താവിൻ്റെ വാക്ക് കേട്ടു. കർത്താവിനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, എങ്കിൽ കർത്താവിൻ്റെ ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. ആ ശബ്ദത്തിന് ഒരു കമാൻഡിങ് ഉണ്ടായിരുന്നു. ആ ശബ്ദത്തിന് വാക്ക് മാറാത്ത ഒരു ശബ്ദമാ പുറപ്പെട്ടു വന്നത്. ഹല്ലേലൂയ. നമ്മൾ പലരെയും ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഒരു വാക്കിന്റെ പുറത്ത് വെച്ചു. ആ ഉയരത്തിൽ നിന്നുള്ള ആ ശബ്ദത്തിന്റെ പുറകെ അബ്രഹാം യാത്ര ചെയ്തു. ഒരു വാക്ക് പറഞ്ഞപ്പോൾ യാത്ര ചെയ്ത അബ്രഹാമും ഹാരാനും, അബ്രഹാമും തേരഹും സാറായും. തേരഹ് മരിച്ചുപോയി. ഹാരാനിൽ അവനെ അടക്കം ചെയ്തിട്ട് വാഗ്ദത്ത ദേശത്തേക്ക് അവർ പോവുകയാണ്. എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഒരു കൂടാരവാസികളായി അവർ യാത്ര പുറപ്പെടുകയാണ്. കർത്താവ് അവനോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ നിന്നെ വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ. ആ അനുഗ്രഹം പേറിയാണ്
അബ്രഹാം യാത്ര ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് സുഹൃത്തെ. ദൈവമക്കളെ, നിങ്ങൾക്ക് ആ അനുഗ്രഹം തന്നിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് പുറത്തു വരട്ടെ. സകല ബന്ധനങ്ങളും അഴിഞ്ഞു പുറത്തു വന്നിട്ട് വാഗ്ദത്തം നിവർത്തിക്കുക. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകൻ 21 ദിവസം അവൻ ഉപവാസത്തിന് കയറി. ഹല്ലേലൂയ. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ ആ ഉപവാസത്തിൽ അവന് മറുപടി കിട്ടേണ്ടതാ. പക്ഷെങ്കിൽ ഗബ്രിയേൽ ദൂതനെ ഇടയ്ക്ക് വെച്ച് ദേശശക്തികൾ തടഞ്ഞു. ആ ദൂത് വരാൻ 21 ദിവസം എടുത്തു. സ്വർഗത്തിന്റെ വലിയ ദൂതനായ മിഖായേൽ ദൂതൻ പടവെട്ടി ആ ദൂത് ഗബ്രിയേൽ കൊണ്ടു കൊടുത്തു. നമുക്ക് വാഗ്ദത്തമുണ്ട്. പക്ഷെങ്കിൽ വഴി തടയുന്നവനെ നിങ്ങൾ കാണണം. ഹല്ലേലൂയ. ഈ വഴി തടയുന്നവനെ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനുഗ്രഹമായി തീരുക. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. നിങ്ങളെ വിട്ടിരിക്കും. നിങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിട്ടിരിക്കും ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ രോഗം മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗം മാറിയിരിക്കും. അബ്രഹാമിനെ വലുതാക്കിയ ദൈവം നിങ്ങളെയും വലുതാക്കും. ഹല്ലേലൂയ. അവന്റെ വാക്കിന്റെ പുറത്തായി ഇതെല്ലാം ചെയ്തത്. കർത്താവിന്റെ വാക്കിന്റെ പുറത്താണ് ഇവൻ ഇറങ്ങിത്തിരിക്കുന്നത്. അബ്രഹാം ഇറങ്ങിത്തിരിക്കുന്ന കർത്താവിന്റെ വാക്കിന്റെ പുറത്താണ്. ഇനി മുമ്പോട്ടുള്ള എന്താ നടക്കുന്നെന്ന് പോലും അറിയത്തില്ല. ആര് സഹായിക്കും, ആര് കൈക്കൊള്ളും എന്നൊന്നും അറിയാതെ മൃഗസ്ഥനായ ദൈവത്തിന്റെ വാക്കും പ്രകാരം അവ യാത്ര ചെയ്തു. ഹല്ലേലൂയ. അവനോട് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറാൻ തുടങ്ങി. ഹല്ലേലൂയ. മക്കളെ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ മക്കളെ കൊടുത്തു. ഹല്ലേലൂയ. വാഗ്ദത്ത സന്തതിയെ കൊടുക്കാന്ന് പറഞ്ഞു. വാഗ്ദത്ത സന്തതിയെ ദൈവം കൊടുത്തു. ആ സന്തതിയെ ഒരു ദിവസം കർത്താവ് ചോദിച്ചു, എനിക്കതിനെ യാഗം അർപ്പിക്കാൻ. ഈ വാക്ക് പറഞ്ഞവന്റെ മാറാത്തൊരു ദൈവമുണ്ട് കർത്താവേ. അവനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോയപ്പോ വിറകൊണ്ട് തീയുണ്ട്. യാഗമൃഗത്തിനുള്ള മൃഗം എവിടെ? മകനെ, അത് ദൈവം കരുതിക്കൊള്ളും. അവനെ വെട്ടി അറഞ്ഞ് യാഗപീഠത്തിൽ വെച്ചാലും കത്തിക്കരിഞ്ഞ് ചാമ്പലായി അവന്റെ ചാമ്പലിൽ നിന്ന് ദൈവത്തെ മനുഷ്യനെ ഉളവാക്കാൻ കൽപ്പുള്ളവൻ എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഇത് അബ്രഹാമിന് അറിയാം. അബ്രഹാം അതുകൊണ്ടാണ് ഒന്ന് തിരിഞ്ഞു നോക്കാതെ യാഗമെങ്കിൽ യാഗം കർത്താവ് തന്നു, കർത്താവ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാഗത്തിന് വേണ്ടി പോയി. അവനറിയാം ആ ചാരത്തിൽ നിന്ന് എൻ്റെ മകൻ ഉയർത്തെണീക്കുമെന്ന്. ആ വാക്കും പുറത്താണ് പോകുന്നത്. ഹല്ലേലൂയ. പത്രോസിനെ വിളിച്ചു പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കവി, പടക് നീക്കണം, ആഴത്തിലേക്ക് പടക് നീക്കുക. അതാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എനിക്കൊന്നും കിട്ടി. നിന്റെ വാക്കും കൊണ്ട് ഞാൻ വലയിറക്കാം. അതൊന്ന് ഒരു വാക്കൂടെ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ആ വാക്കിന് വലയിറക്കിയവനെ, പത്രോസിനെ, ശീമോനെ ദൈവം സഭയുടെ താക്കോല് കൊടുത്തവനാ. ഹല്ലേലൂയ. പത്രോസ് ആരായി തീർന്നു? അവന്റെ നിഴലടിച്ച സൗഖ്യമാണ്. ഹല്ലേലൂയ.
തൊട്ട സൗഖ്യമാണ്. മരിച്ചവരെ ഉയർപ്പിച്ച പത്രോസ്. ഹല്ലേലൂയ. അവൻ്റെ വാക്കിൻ്റെ വേലയിൽ അവൻ മുമ്പോട്ട് പോയി. ഹല്ലേലൂയ. അവനോടുള്ള വാഗ്ദത്തം ചുമ്മാ താൻ പറഞ്ഞതല്ല. നിന്നെ ഞാൻ മനുഷ്യനെ പിടിപ്പിക്കുന്നതാണ്. പത്രോസേ, നിന്നെ മീനെ പിടിപ്പിക്കുന്നവനല്ല, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചിരിക്കും. ഇന്ന് എൻ്റെ സഹോദരി നിങ്ങളോടാ സംസാരിക്കുന്നത്. നിങ്ങളോട് ദൈവം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് ഈ പകല് നിവൃത്തിയാകും. നിങ്ങൾക്കൊരു മറുപടി ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഏത് ഇരുട്ടറയിലാണെങ്കിൽ, നിരാശയുടെ ഇരുട്ടറയിലോ നിരാശയിൽ ഉപ്പുകുത്തിയിട്ടുണ്ടെങ്കിലോ ആൻസൈറ്റിയിലോ ഡിപ്രഷനിലൊക്കെ നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിലും ആ പിശാചിനെ വെട്ടിമാറ്റുന്ന മിഖായേലുണ്ട്. ഹല്ലേലൂയ. മിഖായേൽ ദൂതന്മാരെ അവൻ ഭൂമിയിലേക്ക് അയക്കും. സകല ബന്ധനങ്ങളെ അഴിച്ചു വിട്ടിട്ട് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ പോവുക. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ നിങ്ങളെ ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സകല ബന്ധനങ്ങളെല്ലാം മാറട്ടെ. നിങ്ങളുടെ സകല ക്ലേശങ്ങൾ മാറട്ടെ. നിങ്ങളുടെ സകല കടഭാരങ്ങൾ മാറട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ മാറട്ടെ. ദുഃഖങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ സകലതും മാറട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശു നിങ്ങളെ വിളിക്കുക, കടന്നുക. കർത്താവായ യേശു വിളിക്കുക, കടന്നുക. നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. നീ ഒരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കുന്നവരെയും ഞാൻ അനുഗ്രഹിക്കാം. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനെ പോലെയും അബ്രഹാമിനെ പോലെയും നിന്നെ വിളിച്ചിരിക്കുക. ആ വെളിയിലൂടെ വരിക. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന പലർക്കും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ വെളിയടപ്പുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയ വലിയ പ്രവാചകന്മാരായിട്ട്, ശുശ്രൂഷകന്മാരായിട്ട് ഇന്ന് ഈ നാളെ പ്രഭാതത്തിൽ കേൾക്കും. ഹല്ലേലൂയ. ഇത് നിങ്ങളെ വിളിച്ചവൻ്റെ ഒരു പ്രവാചക ശുശ്രൂഷയായത്. ഹല്ലേലൂയ. പലരും ഇതിൻ്റെ അകത്തു. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന പലരിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ വലിയ അഭിഷേകം, അഗ്നി അഭിഷേകം പ്രാപിച്ചവരുണ്ട്. പക്ഷെ പുറത്തു വരാൻ മേലാത്ത രീതിയിൽ ദൂരച്ചെടി കിടക്കുന്ന ഏലിയാവിനെ പോലെ, ഗുഹയിലിരിക്കുന്ന ഏലിയാവിനെ പോലെ പുറത്തു വാ സഹോദര, പുറത്തു വാ സഹോദര. നിനക്ക് പലയിടത്തും പല ശുശ്രൂഷയും ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. The name of Jesus. അറാഫാത്തിലെ വിധവയുടെ അടുത്ത് എലിയാവ് വന്ന പോലെ നിന്റെ കലത്തിലെ മാവിനി മുതൽ കുറയത്തില്ല, നിന്റെ ഭരണിയുടെ എണ്ണ കുറയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് സഹായിക്കും. The name of Jesus. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.